നെയ്ച്ചോറുണ്ടാക്കുന്ന വിധം ആദ്യം ഒരു 2 കിലോ അരി എടുക്കുക. അത് കൈ വൃത്തിയാക്കി വെക്കാൻ, അരിപ്പയിലെടുത്ത് ഊറ്റിയിട്ട് നെയ്യ് അടുപ്പിൽ വെക്കാൻ. അതിന് ശേഷം അരി വറുക്കാൻ. അരി പൊട്ടി തുടങ്ങുമ്പോൾ നല്ലോണം വറന്നു കഴിഞ്ഞാൽ ആദ്യം ഉള്ളി വെച്ചിട്ട് പാത്രത്തിൽ കോരി വെക്കുക. അനിയൻ, അണ്ടി, നട്ട്സ്, റൈറ്റ്സ് എല്ലാം പൊരിച്ചിട്ട് അവിടെ പാത്രത്തിൽ വെക്കുക. എന്നിട്ട് അരി വറുക്കുക. അരി നെയ്യ് വെച്ചിട്ട് ഉള്ളിയെല്ലാം പൊരിച്ച് കഴിഞ്ഞാൽ കോരിക്കഴിഞ്ഞാൽ ഇത് അരി വറുക്കണം. 2 കിലോ അരി വറന്ന് പൊട്ടി വരുമ്പോൾ നല്ല ഒടിയും ടക്കുന്നാവും. അപ്പോൾ അത് നല്ല പൊരിഞ്ഞ് വന്നാൽ അതിൽ തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. ഒരു 1.5 ലിറ്റർ വെള്ളം 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു. ചെമ്പൊന്ന് കാണിച്ചിട്ട് ഇത് മഗ് കാണിക്കാം. മഗ് എത്താൻ മതി 9 മഗ് 9 പാത്രം. ഇതിലൊരു ചെമ്പിൽ ഇത് തിളച്ച് വെള്ളം വറ്റുമ്പോൾ കുറച്ച് വെള്ളം അങ്ങോട്ട് എടുക്കണം. മുളയില്ല ഉറപ്പാണ് അടിഞ്ഞതിൻ്റെ ഇങ്ങനത്തെ 9 മഗ് വെള്ളം. അത് ഉപ്പെടുത്ത് ഉപ്പല്ല പഞ്ചസാര ഉപ്പ് നോക്കി ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഉപ്പ്. 2 ടേബിൾ സ്പൂൺ മതി, പോരെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. ഇത് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഉപ്പ് വെച്ചുവിടും. വെള്ളം വറ്റണം. വറ്റി ഇത് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് തീ സ്ലോ ആക്കുക. ഗ്യാസ് സ്ലോ ആക്കണം. ഇങ്ങനെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ ചോറ് വേകണം. വെന്ത് കഴിഞ്ഞിട്ട് ഏലക്കായ്, കറാമ്പ്, പട്ട എല്ലാം പൊടിച്ചിട്ട് ഇട്ടിട്ട് ഇത് കുറച്ച് പിന്നെ 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓഫാക്കി. എന്നിട്ട് പ്ലേറ്റിലിട്ടിട്ട് ചിക്കൻ ഫ്രൈയോ ചിക്കൻ ഫ്രൈ കാണിച്ചിട്ട് ചിക്കൻ ഫ്രൈ ഇല്ല, മുളക്, മഞ്ഞൾ, ഉപ്പെല്ലാം തേച്ച് ചിക്കൻ ഫ്രൈ ആക്കി വെക്കാം. അതിൻ്റെ കൂടെ ടൊമാറ്റോ കറി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയിലിട്ട് എണ്ണയിൽ വാട്ടിയിട്ട് തേങ്ങൻ്റെ പാൽ വെച്ചിട്ട് ഓഫ് ചെയ്യാം. ജാസ്തി ചിക്കനും മട്ടനും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ടൊമാറ്റോ കറി ആക്കുന്നതാണ്. ബിരിയാണി മസാലേൻ്റെ ചോറ് അത് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞു. അതിൽ കുറച്ച് ഉള്ളി പൊരിച്ചിട്ടുണ്ട്. ബിരിയാണി മസാല അതിലിട്ടൂടെ കുറച്ച് നെയ്ച്ചോറ് വേണ്ടാത്തവർക്ക് ബിരിയാണി മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നെയ്ച്ചോറും കുറച്ച് ബിരിയാണി. തക്കാളി ഇഷ്ടവും നെയ്ച്ചോറും. ബിരിയാണി മട്ടൻ വേണ്ടുന്നാണ് മട്ടൻ തിന്നോ, വേണ്ടാത്താൽ തക്കാളി കറി കൊടുക്കുക. നെയ്ച്ചോറും കൈകൊണ്ടിട്ട് കൊടുക്കുക. ഇത് ദമ്മിയരി ഫസ്റ്റിൽ ബിരിയാണി ആക്കിന് അതിൽ മസാല നോക്കി പഠിച്ചു. പ്രത്യേകിച്ചും തുടച്ചുണ്ട്.
ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചതായിട്ട് ഇതിൽ നിന്ന് കുറച്ച് ചോറ് ബിരിയാണിക്ക് എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഉള്ളി വെച്ച വെക്കണം. ഇതെല്ലാവർക്കും തക്കാളിക്കറിൻ്റെ കൂടെ കൂട്ടാൻ. പിന്നെ ബിരിയാണിക്ക് കുറച്ച് ഉള്ളി മസാല മേലെ ഇടുക. അണ്ടി, മുന്തിരി, ഗ്രേപ്സ്, നട്ട്, കാഷ്യൂ നട്ട്, അണിയൻ ഫ്രൈ. മുടിക്കാം.